ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഉയരും ഞാൻ നാടാകെ എന്ന ചിത്രത്തിൽ വി.ടി. മുരളി പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഹരിപ്പാട് KPN പിള്ള. മാതളത്തേനുണ്ണ പാറിപ്പറന്നു വന്ന മാണിക്യ കുയിലാളേ, നീയെവിടെ നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ. ആകാശവാണിയിൽ സംഗീത വിദ്വാനും സംഗീത സംവിധായകനുമായിരുന്ന ശ്രീ ഹരിപ്പാട് KPN പിള്ളയാണ് ഇന്ന് ആകാശവാണിക്കൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. കോഴിക്കോടിൻ്റെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ പ്രക്ഷേപണ ചരിത്രത്തിൽ, സംഗീത ചരിത്രത്തിൽ കോഴിക്കോടിനുള്ള വലിയൊരു അപ്രമാദിത്വമുണ്ട്. തിരുവനന്തപുരം നിലയം പോലെ തന്നെ ആ നിലയ്ക്ക് മാഷെ പോലെ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഇടമാണിത്. അപ്പോൾ അങ്ങ് ഈ സ്റ്റുഡിയോയിൽ വരികയും ഇതുപോലുള്ള ഒരുപാട് വളരെ സവിശേഷമായ സംഗീത പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിൽ മികവ് പുലർത്തിയ മനുഷ്യൻ കൂടിയാണ്. ഞാൻ കുട്ടിയായിരിക്കുന്ന കാലം പോലെ കാണുന്ന ആളാണ് അങ്ങ്. ഇപ്പോഴും അതേപോലെയൊക്കെ തന്നെയാണെന്ന് വെച്ചാൽ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ 85-ന്റെ ചെറുപ്പവും അതിൻ്റെ ചുറുചുറുക്കും ഒക്കെ ഇപ്പോഴും അങ്ങയിൽ ഇങ്ങനെ തുടിച്ചു നിൽക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കോഴിക്കോട് ആകാശവാണിയിലേക്ക് അങ്ങ് കടന്നു വരുന്നതിന് മുമ്പ് അങ്ങ് ചെറുപ്പം മുതലേ സംഗീതത്തിൽ വളരെ വിൽപ്പത്തിയുള്ള ആളാണ്. തിരുവനന്തപുരത്തെ സ്വാതി സംഗീത കോളേജിൽ പഠിച്ചിട്ടുള്ള ആളാണ്. പ്രശസ്തരുടെ ശിഷ്യനാണ്. കേരളത്തിലെ അതിപ്രശസ്തരായ MG രാധാകൃഷ്ണൻ, ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെയുള്ളവർ അങ്ങയുടെ സതീർത്ഥരാണ്. യേശുദാസ് ഉൾപ്പെടെ. ട്രിവാൻഡ്രത്തുനിന്ന് ഞാനാണ് സംഗീത വിദ്വാൻ ചേരുന്ന ആൾ. ആ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ വിദ്വാൻ ക്ലാസ്സിലെ ഫ്രണ്ട് ഈശ്വ. സംഗീത വിദ്വാൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ജോലിയായി. ഫാക്ടിൽ സ്കൂളിൽ അപ്പോയിൻമെന്റ്. കൊച്ചി ഉദ്യോഗമണ്ഡലിലെ ഫാക്ട് സ്കൂളിൽ അങ്ങ് സംഗീതാധ്യാപകനായിട്ട് ജോലി ചെയ്തത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലി ചേർന്നു. കോഴിക്കോട് ആകാശവാണിയിൽ അങ്ങ് വന്ന് ജോയിൻ ചെയ്യുന്ന സാഹചര്യം എങ്ങനെയാണ്? ഞാൻ കോഴിക്കോട് ആകാശവാണിയിലാണ് ക്ലാസിക്കൽ പ്രോഗ്രാം പാടിക്കൊണ്ടിരുന്നത്. ക്ലാസിക്കൽ പ്രോഗ്രാമിന് വന്നാൽ ആ ഒരു ദിവസം ഈ പ്രോഗ്രാം കഴിഞ്ഞാലും ഇവിടുത്തെ കലാകാരന്മാരുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് അന്ന് ഇവിടെ സ്റ്റേഷൻ ഡയറക്ടറായിരിക്കുന്ന കോന്നൂർ നരേന്ദ്രൻ സാറ് അദ്ദേഹം ചോദിച്ചു, KPN ഇവിടെ ഏതെങ്കിലും പോസ്റ്റ് കിട്ടി വന്നു കഴിഞ്ഞാൽ അത് റിസൈൻ ചെയ്തിട്ട് വരില്ലേ എന്ന് ചോദിച്ചു എന്നോട്. അതൊരു വല്ലാത്ത ചോദ്യം. അപ്പം അന്നേരം ഞാൻ ഓൾറെഡി ഒരു ജോലി എനിക്ക് കിട്ടും എന്നുള്ള ചിന്തയൊന്നും ഇരിക്കില്ല. അപ്പോൾ അത് ക്ലാസിക്കൽ സൈഡിൽ എന്നുണ്ടെങ്കിൽ അതിന് ഗ്രേഡ് വേണം. B ഉണ്ട്. ക്ലാസിക്കൽ പാടിക്കൊണ്ടിരുന്ന ഇവിടെയാണ്. അപ്പോൾ B ഹൈ മിനിമം വേണം. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും എന്തോ ഇവിടെ ഒരു പ്രോഗ്രാം, അന്ന് സുരേഷുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്, പറഞ്ഞു തരിക. അപ്പോൾ ഞാൻ വന്നു, അതെല്ലാം കഴിഞ്ഞു, പാടിക്കൊടുത്തു, കഴിഞ്ഞിട്ട് പോയി. അടുത്ത പ്രോഗ്രാമിന്, എൻ്റെ ക്ലാസിക്കൽ പ്രോഗ്രാമിന് ഞാനിവിടെ വരുമ്പോൾ SD കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടു. അപ്പോൾ ഇവിടെ എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ KPN വർക്ക് ചെയ്യാൻ പറ്റൂലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് അതിന് ഗ്രേഡൊന്നും ആയിട്ടില്ല. അല്ല, ക്ലാസിക്കലിലൂടെ പാടുന്നുണ്ടല്ലോ. ഉണ്ട്, ശരി എന്ന് സംസാരിച്ചു, പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ പേപ്പറിൽ ഇത് വന്നു, ന്യൂസും വന്നു, നമ്മൾ ഇവിടുന്ന് അനൗൺസ്മെൻറ്റ്. ശരി, പുതിയ തസ്തികയുടെ മ്യൂസിക് കമ്പോസറായിട്ടാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പാടാൻ പറ്റില്ലല്ലോ, കമ്പോസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ആരോട് ചോദിച്ചു. പക്ഷേ അങ്ങനെയല്ല, എല്ലാ സംഗീതവും വേണ്ടി വരും, ക്ലാസിക്കൽ മാത്രമല്ല. അങ്ങനെ പറഞ്ഞു. അടുത്ത പ്രാവശ്യം ഈ ക്ലാസിക്കൽ പ്രോഗ്രാമിന് പാടാൻ വരുമ്പോൾ SD വിളിക്കുന്നു പറഞ്ഞു. കണ്ടു, സംസാരിച്ചു.
ഇങ്ങനൊരു അഡ്വർടൈസ്മെൻറ്റ് വരും, നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യണം കേട്ടോ. ആണോ, ശരി സർ, ഞാൻ പറഞ്ഞു പോയി. ഇത് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പേപ്പറിൽ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ കോഴിക്കോട് നിലയത്തിൽ ഇങ്ങനെ കമ്പോസർ ചെയ്യാൻ, കമ്പോസറായിട്ടാണ്, അത് പാടേണ്ട കാര്യമല്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ ഒരു ചെറിയ മടിയൊക്കെ വന്നു. എന്നാലും നോക്കാം. പാടാൻ പറ്റില്ല, നമുക്ക് പാട്ട് ഉണ്ടാക്കിയിട്ട് പാട്ട് പറഞ്ഞു കൊടുക്കലാണോ, അതൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. എന്നാലും അവിടെ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു കാർഡ് വന്നു, ഇൻ്റർവ്യൂവിന് വന്നു. അത് കഴിഞ്ഞ് ഒരു പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഇതുപോലെയൊക്കെ എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഈ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നവർ. പിന്നെ വയലിൻ സുമാരേട്ടൻ, ആർച്ചി ബോളേട്ടൻ, പിന്നെ ബാബുണ്ണന് എന്നെ വളരെ നേരത്തെ അറിയാം. ഞാൻ മ്യൂസിക് കോളേജിൽ പഠിക്കുമ്പോൾ ബാബുണ്ണൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ്. ബാബുണ്ണനെ ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എൻ്റെ കൂടെ കച്ചേരിക്ക് വായിക്കാൻ. പിന്നെ ഇവിടെ വന്ന് ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു. അത് കഴിഞ്ഞവരെ ചോദിച്ചു, പിന്നെ ഓഫർ അയച്ചാൽ വരില്ലേ? വരണം, വന്നിട്ട് ക്ലാസിക്കലും അടുത്ത ബിഹേവ് ഉണ്ടാവണം, ഇവിടെ ലൈറ്റാണ് ചെയ്യേണ്ടി വരിക. അങ്ങനെ പാട്ട് പല്ലവി അനുപല്ലവി മാത്രം ചെയ്തു കൊടുത്തിട്ട് ഞാൻ പോയി. ഇപ്പോഴാണ് 15 ദിവസത്തിനിടയിൽ വന്ന് ജോയിൻ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ കാലിക്കറ്റ് സ്റ്റേഷനിൽ പാടിക്കൊണ്ടിരുന്നത്. ഇവിടെ തന്നെ ആണല്ലോ. അതെ അതെ. അതിന് മുമ്പ് ആദ്യമായിട്ട് ഞാൻ റേഡിയോയിൽ പാടിയതും കാലിക്കറ്റിലാണ്. പിന്നെ ഒന്ന് ക്ലാസിക്കൽ വരുമ്പോഴൊക്കെ നമ്മൾ വരും. അങ്ങനെയാണ് കോഴിക്കോട് നമ്മൾ മ്യൂസിക് കമ്പോസറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അത് ഏത് വർഷമാണ്? 1970 എന്തായാലും അന്ന് മാഷ് വന്നപ്പോൾ ഉള്ള ചില ആൾക്കാരൊക്കെ മാഷ് സൂചിപ്പിച്ചു. അന്ന് നമ്മളെ ആർച്ചിബോൾഡ് ഹട്ടൻ ഗിറ്റാറിസ്റ്റ്, എൻ സുകുമാരൻ വയലിനിസ്റ്റ്, പിന്നെ TS ബാബു വയലിനിസ്റ്റ്, പിന്നെ വേറെ ആരൊക്കെയായിരുന്നു ഒന്നുണ്ടായിരുന്നു? രാഘവ മാസ്റ്റർ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ലേ കമ്പോസറായിട്ട്? ഇല്ല, രാഘവ മാസ്റ്റർ ഇവിടുന്ന് പോയി കഴിഞ്ഞ അവിടെ ഞാൻ വരുന്നത്. വേറെ മ്യൂസിക് കമ്പോസർ അപ്പോൾ ഉണ്ടായിരുന്നോ അവിടെ? അന്നേരം ഉണ്ട്, കുഞ്ഞിരാമൻ പാട്ട് ചെയ്യുന്നുണ്ട്, കെ കുഞ്ഞിരാമൻ. പക്ഷേ ഞാൻ ക്ലാസിക്കൽ പാടാൻ ഇവിടെ വരുന്ന സമയത്ത് കുഞ്ഞിരാമൻ കമ്പോസർ അല്ല, അതിനുശേഷമായത്. പിന്നെ ഔട്ട്സൈഡേഴ്സായി ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെയുള്ള മ്യൂസിക് ആർട്ടിസ്റ്റുകൾ, മറ്റേ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, നമുക്കന്ന് മൊത്തത്തിൽ 16ഓളം മ്യൂസിക് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ലേ കോഴിക്കോട്? അപ്പോൾ അങ്ങ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഈ സൂചിപ്പിച്ചവരല്ലാതെ ബാക്കി മ്യൂസിക് ആർട്ടിസ്റ്റുകൾ ആരൊക്കെ അങ്ങക്ക് ഓർമ്മയില്ലേ? ഇപ്പൊ മൃദംഗത്തിൽ ആരൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്? അന്ന് മൃദംഗത്തിലുള്ളത് ഒന്ന് പുതുക്കോട് കൃഷ്ണൻ, സീനിയർ ആൻഡ് സൂപ്പർ ആർട്ടിസ്റ്റ്. പിന്നെ എൻ ഹരി, കുമാരല്ലൂർ രാജാമണി. മൃദംഗത്തിന് അത്ര ആളുകളെ ഇവിടെ ഉള്ളൂ. പിന്നെ നമ്മുടെ മറ്റു പുറത്തുള്ള ആർട്ടിസ്റ്റുകളുണ്ട് വരുന്നവര്. തബലയ്ക്ക് ഉസ്മാൻ, നമ്മുടെ ബാബുരാജിന്റെ ഒക്കെ കൂടെ വായിച്ച ഉസ്മാൻ. അതെ, പി ഉസ്മാൻ. ഒരു അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അവൻ, തികച്ചും 100%. അയാളെ പോലൊക്കെ ആ വാദ്യം കൈകാര്യം ചെയ്യാൻ അന്ന് കേരളത്തിൽ ആൾക്കാരില്ല. എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഒരു തബല തിരിച്ചു വെച്ചിട്ട് ഏതെങ്കിലും ഒരു കണ്ണ് എവിടെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തണം എന്ന് കുറവുണ്ട് എന്ന് കണ്ടാൽ ഒരു കയ്യിൽ ചുട്ടി എന്തെങ്കിലും വിളിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു മുട്ടുമുട്ടിയാൽ കറക്റ്റ്, അതായത് പിച്ചിലാകും. അങ്ങനെ ഒരു തബല ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. അവനെ TV വായിപ്പിച്ച ഞാനാണ്. എൻ്റെ TV പ്രോഗ്രാമിന് ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകൾക്ക് അത് വായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അവിടെ ഈ തബലയ്ക്ക് മാത്രം ഒരു സീറ്റും അതേപോലെ അവിടെ ഒരു ഷെൽട്ടർ അവർ അറേഞ്ച് ചെയ്ത് തന്നു. അവരെ ഇരുന്ന് വായിച്ചു. അന്ന് രാത്രിയിൽ ഒരു 2 മണി 3 മണി വരെ കരഞ്ഞ് എൻ്റെ ക്വാർട്ടറിൽ കിടന്ന്, നമ്മുടെ ആകാശവാണി ക്വാർട്ടറിൽ ഞാൻ താമസിക്കുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടില്ല അവനെ പോലെ. അന്ന് അത് അദ്ദേഹത്തെ ഉസ്മാനിക്കയോട് കൂടാൻ വേറെ തബലിസ്റ്റ് ആരുണ്ടായിരുന്നു? ബാലസുബ്രഹ്മണ്യേട്ടനോ? ഇല്ലില്ല, അവൻ ഉണ്ട്, അന്ന് തൃശ്ശൂരാ. പിന്നെ അന്ന് മറ്റേ ക്ലാർനെറ്റ് അതുപോലുള്ള PF രാജു. അത് ക്ലാർനെറ്റോ അതല്ലെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ ഒരു പുല്ലാങ്കുള്ളി കൊണ്ട് എന്തെങ്കിലും വേണേലും അവൻ ചെയ്യും. ഗിറ്റാറിലോ? ഗിറ്റാറിൽ ആർച്ചി ബോൾഡേട്ടൻ, പിന്നെ ജോയ്, അങ്ങനെ 2 ബ്രദേഴ്സും ഉണ്ടല്ലോ. ജോയേട്ടൻ, ജോയ് വിൻസെന്റ്. അതെ, അവര് നമുക്ക് സ്റ്റാഫായിരുന്നില്ല, പക്ഷെ ആർട്ടിസ്റ്റ് ആയിട്ട് വരും അല്ലേ? ജോയ് ഫിലിപ്പും പിന്നെ പോൾ വിജയനും. പിന്നെ മൃദംഗത്തിന് തന്നെ പുറത്തുനിന്ന് പിന്നെ ഹരിയൊക്കെ വന്നത്. അപ്പൊ അങ്ങ് വന്നപ്പോ അങ്ങയുടെ ആദ്യമായി എന്ന് നമ്മൾ പറയുന്ന മാതിരി അന്നിപ്പോ ഓഡീഷന് ഇന്റർവ്യൂവിന് വന്നപ്പോ അങ്ങൊരു മ്യൂസിക് ചെയ്തു കൊടുത്തു. അതല്ലാതെ ജോലിയിൽ കമ്പോസറായിട്ട് ചേർന്നിട്ട് ആദ്യം ചെയ്തൊരു വർക്ക് ഏതാന്ന് ഓർമ്മയുണ്ടാവുമല്ലോ? നെടിയനാട് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. അയാളുടെ പാട്ടാണ് എനിക്ക് കിട്ടിയത്. ആ ഗാനമാണ് ഞാൻ ആദ്യം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. സ്വർണ്ണമുകിലുകൾ മേയും വാനം, സ്വപ്നങ്ങൾ പൂക്കുന്ന വാനം, സ്വർണ്ണമുകിലുകൾ മേയും വാനം, സ്വപ്നങ്ങൾ പൂക്കുന്ന വാനം. കമ്പോസറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ആ ലിറിക്ക് എനിക്ക് കിട്ടി, അത് ഞാൻ ചെയ്തു. പക്ഷെ അത് വേറെ ടൈപ്പ് അന്ന് ചെയ്ത്. അതെ, അന്ന് നന്നായിട്ട് പാടാവുന്ന ആൾക്കാർ പുറത്തുനിന്ന് ഔട്ട്സൈഡേഴ്സ് കുറെ പേരുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനം അതേപോലെ മനസ്സിലാക്കിയിട്ട് വരുത്തുന്നവര്. പിന്നെ അതല്ലാതെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മ്യൂസിക്കിൻ്റെ നോളജ് കുറഞ്ഞ ആളുകൾ, അവർക്ക് വോയിസ് ഉണ്ടാകും ചില ആളുകൾക്ക്.
പക്ഷേ നോളജ് കുറവാണ്. അങ്ങനെയുള്ളവർ കുറേ പേരുണ്ട്. പിന്നെ ചില ആളുകളുണ്ട് ഋതത്തിൻ്റെ കാര്യത്തിൽ കഷ്ടപ്പാടുള്ളവർ എന്ന് പറയുന്നത് ഒരു ജന്മസിദ്ധം അല്ല, ജന്മത്തിലേ ഉണ്ട്, സിദ്ധമല്ല, പിന്നെ കിട്ടിയതല്ല. അങ്ങനെയുള്ള കുറെ ആർട്ടിസ്റ്റുകൾ കുറവായിരുന്നു ചുരുക്കത്തിൽ അങ്ങനെ അല്ലേ? അപ്പോൾ അങ്ങ് വന്ന സമയത്ത് അന്നത്തെ ഒരു മ്യൂസിക് പ്രൊഡക്ഷന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു സംഗീത ഒരുപാട് പ്രത്യേകിച്ച് ലളിതഗാനങ്ങളാണ് അങ്ങ് ആദ്യം ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അതൊരു പാട്ടായി രൂപപ്പെടുന്നതിന്റെ ഒരു പ്രൊഡക്ഷന്റെ രീതികൾ എങ്ങനെയാണ്? ഇപ്പൊ അങ്ങ് പ്രൊഡക്ഷൻ്റെ രീതി നമ്മൾ അവരുടെ ഒരു പാട്ട് ഒരു വരി നമ്മൾ പാടി കൊടുക്കുക. സ്വർണ്ണമുകിലുകൾ മേയും വാനം, സ്വപ്നങ്ങൾ പൂക്കുന്ന വാനം, സ്വപ്നങ്ങൾ പൂക്കുന്ന എന്ന് പാടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമുക്കത് വേണ്ട, അത് ആവശ്യമില്ല. അത് സ്വപ്നങ്ങൾ പൂക്കുന്ന അത് മതി, ഭംഗിയത. മറ്റേത് ആവശ്യമില്ലാതെ ഇയാളുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ വെറുപ്പിക്കാതെ തന്നെ അവരോട് പറയും പാടിയത് നന്നായിട്ടുണ്ട് കേട്ടോ, പക്ഷേ നമുക്ക് ഇത്രയും മതി. ഇവിടെ ലൈറ്റ് മ്യൂസിക് അല്ലേ, അപ്പം അതിനകത്ത് കൂടുതൽ ഫാസ്റ്റ് ബ്രിഗ എന്നൊക്കെ പറയും. ബ്രിഗ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വൈബ്രേഷനാണ്. അത് അറിഞ്ഞിട്ട് പാടുന്നുണ്ട്. അറിഞ്ഞിട്ട് പാടുന്നത് തന്നെ 4 നോട്ടിൻ്റെ ടോണാണ് ബ്രിഗയായിട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ 40 നോട്ടിൻ്റെ ഒരുമിച്ച് വരുത്തുന്ന ആളുകളുണ്ട്. അത് അവരറിയാതെ വരുന്ന, കൺട്രോൾ ചെയ്യാതെ വരുന്ന, ഞാൻ പാടി ശരിയായില്ലേ എന്ന് തോന്നുന്നത്. പ്രത്യേകിച്ച് ആ സമയത്ത് അത് തോന്നാനേ പാടില്ല. എനിക്ക് പോരാ, ഞാൻ പറ്റില്ല, ഇത് ശരിയാന്ന് സാറിന് എന്താ വിഷമമായോ, അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് വളരെ ബുദ്ധിമുട്ടി എന്നോട് ചോദിച്ച ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു അത് വേണ്ട, ആ സോങ്ങിന് അത് വേണ്ട, അതുകൊണ്ടാണ്. ശരി, അപ്പം അത് അവർക്കും വിഷമം ഉണ്ടാവരുത്, നമുക്ക് കാര്യം കിട്ടുകയും വേണം. ഇതുവരെ കേട്ടത് ആകാശവാണിയിൽ സംഗീത വിദ്വാനും സംഗീത സംവിധായകനുമായിരുന്ന ശ്രീ ഹരിപ്പാട് KPN പിള്ള പങ്കുവച്ച ആകാശവാണിയുമായുള്ള ഓർമ്മകളാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തുടർന്ന് കേൾക്കാം അടുത്ത ബുധനാഴ്ച ഇതേ സമയം. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.